മുതൽ 4 മണി വരെ ആയിരുന്നു ഇവരുടെ ആക്രമണം. ഏപ്രിൽ 23 ഈ മാസം മെയ് മാസം 23-ാം തീയതി വെളുപ്പിൽ അവര് 7 പേരാണ് ഞാൻ കണ്ടത്. 7 പേരിൽ ഒരാൾ നല്ലൊരു 6 അടി പൊക്കത്തിന് മേലുള്ള ഒരാളായിരുന്നു. നല്ല സ്റ്റൗട്ടായിട്ടുള്ള ഒരാളായിരുന്നു. അയാളാണ് ഒരു പെണ്ണിന്റെ വേഷത്തിൽ മഞ്ഞ ചുരിദാറൊക്കെ ധരിച്ച് എല്ലാവരും മങ്കി ക്യാപ്പും മാസ്കും ധരിച്ച് കയ്യിൽ ഗ്ലൗസും കാലിൽ സോക്സും ധരിച്ചിട്ടുള്ളവരായിരുന്നു. 3 പേര് ഫ്രണ്ടിൽ നിന്ന് എന്നെ അറ്റാക്ക് ചെയ്ത് അകത്തോട്ട് കൊണ്ടുവരികയായിരുന്നു. ബാക്കിയുള്ള 4 പേര് ഗ്രില്ലേക്ക് തകർത്ത് പുറകിലൂടെയാണ് അവർ കയറിയത്. അങ്ങനെ ഞങ്ങളാകെ 2 പേര്, ഞാനും ലീന സച്ചിനും പിന്നെ ഞങ്ങൾക്ക് പാചകം ചെയ്തതിന് ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കീഴ്പ്പെടുത്തി ഒരു മുറിയിലാക്കിയിട്ടാണ് മൊത്തം കൊള്ളയടിച്ചത്. ഇരിക്കുമ്പോൾ എനിക്ക് അത്ര വേദന ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കണക്കിന് എത്തി. പിന്നെ ഇവിടുത്തെ ഫിസിയോതെറാപ്പി തുടങ്ങിയപ്പോൾ സെൻസേഷൻ കിട്ടി തുടങ്ങി. ഇപ്പൊ കുറവുണ്ട്. ഫിസിയോതെറാപ്പി നീരൊക്കെ കുറഞ്ഞു. കൊണ്ടുപോയി അച്ഛൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അമർത്തിക്കെട്ടി. ഭയങ്കര വലിയ വടി കൊണ്ട് 7 അടി പൊക്കമുള്ളതാണ്. ഭയങ്കരമായിട്ട് അടിച്ചു. പോലീസുകാർ പോലും വലിയ കള്ളന്മാരെ ഇന്ന് അടിക്കില്ല. അത്ര മൃഗീയമായിട്ടാണ് അടിച്ചത്. അടിച്ച് അച്ഛൻ്റെ ചന്തി കംപ്ലീറ്റ് ബ്ലഡ് പോട്ടിട്ട. അപ്പോൾ എന്നിട്ട് അച്ഛൻ സംസാരിക്കുന്നുണ്ട്, ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പൈസ ഉണ്ട്, ഞങ്ങളുടെ ഭയങ്കരം പൈസ ഇട്ടിട്ടുണ്ട്, കാർഡുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുർബാനപ്പണം, അതായത് പൂജയ്ക്ക് വേണ്ടി കിട്ടുന്ന പണമുണ്ട്. അത്രയും ഇതെടുത്തൊന്നുണ്ട്. എടുത്തതിന് ശേഷമാണ് നടക്കുന്നത്. എടുത്തതിന് ശേഷമാണ് നടക്കുന്നത്. അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് മെയ് 24 വെളുപ്പിന് 1 മണിക്ക് ഒരു 11 പേര് വന്നു. 2 പേര് പെണ്ണുങ്ങളുടെ ഡ്രസ്സിലാണ് വന്നത്. എന്നിട്ട് അപ്പോൾ പട്ടി നന്നായിട്ട് പറിച്ചപ്പോൾ നമ്മുടെ അച്ഛൻ അച്ഛനും സെൽവിൻ പോയി ലൈറ്റ് ഇട്ടിട്ട് മെയിൻ ഡോറിൽ ലൈറ്റ് ഇട്ടിട്ട് നോക്കിയപ്പോൾ ആരുമില്ല. അപ്പോൾ അച്ഛൻ അങ്ങനെ എത്തി. അപ്പോൾ അവരോട് പതുങ്ങിയിരിക്കും. ചാടി അച്ഛനായിട്ട് അതാണ് കൂടുതൽ അച്ഛനെ വേണ്ട അറിയാം, എനിക്കറിയാം. ആ ടൈമിൽ തന്നെ വേറൊരു ടീം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മുറിയുടെ ഫ്രണ്ടിൽ ഗ്രില്ലാണ്, അത് പൊളിച്ചു. എൻ്റെ റൂം പൊളിച്ചാൽ നല്ലപോലെ ഉറങ്ങി 1.5 മണി ഉറങ്ങിക്കഴിഞ്ഞ് അത് ഭയങ്കര ഡീപ്പ് സ്ലീപ്പ് ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നെ എൻ്റെ കൈ കയറി പിടിച്ച് ഒരാൾ ഒരു കയ്യിൽ പിടിച്ചു, വേറൊരു കയ്യിൽ ഇങ്ങനെ കാലിൽ പിടിച്ചതാണ്. അപ്പോൾ ഞാൻ ഭയങ്കര സ്വരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വലിയ കത്തിയും കൂടെ വെച്ച് വലിയ കൊന്നുകളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ റെസിസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് പറയുന്ന പോലെ ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവർ എല്ലാത്തിനെയും ബാത്ത് ടവലെടുത്ത് വായിലേക്ക് കെട്ടി, പിന്നെ കൈ പുറകിലിട്ട് കെട്ടി, പിന്നെ എല്ലാം കൊണ്ടുപോയി 1-2 അടി അടിച്ച് ഒരാഴ്ച നമ്മുടെ ഈ ആശുപത്രിയിൽ നിന്ന് പള്ളിയുടെ ഫ്രണ്ട് വരെ പോയത് അത്ര വരെ. പക്ഷേ കാലത്തെ ആയതുകൊണ്ടും അതിൻ്റെ ഇടയ്ക്ക് വയലുണ്ട്. ഞങ്ങളിത്തിരി ഉയർന്ന സ്ഥലത്താണ്, പൂജാരി ഉയർന്ന സ്ഥലത്താണ്. അപ്പോൾ സൗണ്ട് പെട്ടെന്ന് ഞങ്ങൾ പാസ് ചെയ്തു. അത് അദ്ദേഹം വന്നിട്ടാണ് ഞങ്ങളെ അപ്പോൾ വന്നപ്പോൾ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു. പിന്നെ അയാൾ ഞങ്ങളുടെ ഫോണെല്ലാം കൊണ്ട് ഇവർ ടോയ്ലറ്റിലിട്ടു. എന്നിട്ട് അപ്പോൾ നമുക്ക് ഫോൺ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. അപ്പോൾ പൂജാരി തന്നെ അയാളുടെ ഫോൺ നമുക്ക് തന്നു. അപ്പം ലോക്കൽ മണ്ണായി പോയിട്ട് അപ്പോൾ അത് തന്ന് ആ ഫോൺ കൊണ്ടാണ് നമ്മൾ പിന്നെ അറിയിക്കാൻ തുടങ്ങി.